എമ്പുരാന് വൻ ബുക്കിംഗ്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ അരമണിക്കൂറോളം നിശ്ചലമായി. എന്നയാ നടക്കുന്നത് തലവരെ നടന്നത്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളായ ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകളൊക്കെ രാവിലെ തന്നെ ക്രാഷ് ആയ ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ്. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. കൃത്യം 9 മണിക്ക് തന്നെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും പിന്നിടുമ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം 1,20,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിട്ടുള്ളത്. തിരുവനന്തപുരം ഏരീസ് പെക്സ് തിയേറ്റർ, അതിനകത്ത് 4 മിനിറ്റ് കൊണ്ടാണ് ആദ്യ ദിനത്തിന്റെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയത് എന്നുള്ളതാണ്. അതും ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്ക് പോലും, പ്രത്യേകിച്ച് ഏത് ഭാഷ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ പോലും, നമ്മൾ ബാഹുബലി ആവട്ടെ, KGF ചാപ്റ്റർ 2 ഉൾപ്പെടെയുള്ള സിനിമകളും, കിങ് ഓഫ് കൊത്ത, ഇതൊക്കെ തന്നെയായിരുന്നു ഇതിന് മുൻപ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഹൗസ്ഫുൾ ആയ സിനിമകൾ. അതെല്ലാം ഇപ്പോൾ എമ്പുരാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്.